ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. രണ്ടാം ക്ലാസ്സിലെ അറബിക്കിൻ്റെ 2021-22 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റെഡിയാണോ? പ്രവർത്തനം 1. ഓൺലൈൻ ക്ലാസ്സിന് ശേഷം ടീച്ചർ അയച്ചു കൊടുത്ത പ്രവർത്തനങ്ങൾ അംറാസ് ചെയ്യാൻ തുടങ്ങി. ചിത്രം വരച്ച് നിറം നൽകി പേരെഴുതാം. ഹയ്യ നർസുമു വനുല വിനൂസും നെക്തുബ്. എന്താണ്? ഓൺലൈൻ ക്ലാസ്സിന് ശേഷം നമ്മുടെ കൂട്ടുകാരനായ അംറാസിന് ടീച്ചർ ഒരു പ്രവർത്തനം അയച്ചു കൊടുത്തു. അപ്പോൾ ഈ ചിത്രം, ഇത് നമ്പറാണല്ലേ, 1, 2 എന്ന നമ്പറാണ്. അത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചിത്രം കിട്ടും. അപ്പോൾ ആ ചിത്രം വരയ്ക്കുകയും വേണം, നിറം നൽകുകയും വേണം. അതിനുശേഷം നമുക്ക് സുമ്മനെക്തുബ്, നമുക്ക് ഇവിടെ താഴെ എഴുതുകയും വേണം. ഓക്കെ, അപ്പോൾ ഇതാണ് ചിത്രം. നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് കിട്ടുന്നത്. ഇതിന് നല്ല ഭംഗിയായിട്ട് നിറം കൊടുക്കണം. ഹാസ, ഇതെന്താണ്? ഹാസ ബൈത്തുൻ. അപ്പോൾ അവിടെ ബൈത്തുൻ എന്ന് എഴുതി കൊടുക്കണം. ഹാസ എന്നവിടെയുണ്ട്. ബൈത്തുൻ. ഓക്കെ, ഒന്നാമത്തെ പ്രവർത്തനം കഴിഞ്ഞു. രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 2. പ്രവർത്തനങ്ങൾ ചെയ്ത ശേഷം അംറാസ് ഗ്രൗണ്ടിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ വെച്ച് ഗൂഗിൾ മീറ്റിൽ കാണാറുള്ള അവൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടി ഉപ്പയുടെ കൂടെ നടന്നു വരുന്നത് കണ്ടു. അവർ പരസ്പരം പരിചയപ്പെട്ടു. അപ്പോൾ അംറാസ് ഗ്രൗണ്ടിലേക്ക് പോയി, അല്ലേ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്രൗണ്ടിലേക്ക് പോയി. അപ്പോഴാണ് ഗൂഗിൾ മീറ്റിൽ നിന്ന് പരിചയപ്പെട്ട തൻ്റെ കൂട്ടുകാരനെ കണ്ടത്. അവൻ ഉപ്പയുടെ കൂടെയായിരുന്നു. അപ്പോൾ അവർ തമ്മിലൊന്ന് പരസ്പരം പരിചയപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് നുക്കമ്മിൽ ഹിവാർ. ഈ ഹിവാർ ഒന്ന് പൂരിപ്പിക്കണം. ഹിവാർ എന്ന് പറഞ്ഞാൽ സംഭാഷണം, കോൺവെർസേഷൻ. ഇത് പൂരിപ്പിക്കാനുള്ള വാക്കുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ശുക്രൻ എന്ന് പറഞ്ഞാൽ നന്ദി. അബി പറഞ്ഞാൽ എൻ്റെ ഉപ്പ. വലൈക്കും മുസ്സലാം നമ്മൾ എപ്പോഴാണ് പറയുക? അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ റീപ്ലൈ ആയിട്ടാണ് വലൈക്കും മുസ്സലാം എന്ന് പറയുന്നത്. അംറാസ് പേരാണ്, അല്ലേ. ഇല മൈതാനത്തിലേക്ക്. ഇത്രയുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് കോൺവെർസേഷൻ ഒന്ന് വായിച്ചു നോക്കാം. അംറാസ്: അസ്സലാമു അലൈക്കും. വലത് ഡേഷ് മാസ്മുക്ക്. അപ്പോൾ അവിടെ എന്താ ചേർക്കേണ്ടത്? ഡേഷ് എന്നുള്ളടത്ത് യെസ് വലൈക്കും മുസ്സലാം എന്ന് എഴുതി കൊടുക്കണം. പിന്നെ മാസ്മുക്ക്, അംറാസ് പറയാണ് ഇസ്മി, എൻ്റെ പേര് ഡേഷ്. എന്താണ്? ഇസ്മി അംറാസ്, എൻ്റെ പേര് അംറാസ് ആണ്. വലത് അന റാഷിദ്, ഞാൻ റാഷിദാണ്. ഇലായിന, നീ എങ്ങോട്ടാണ്? അപ്പം അംറാസ് പറയാണ് ഡേഷ്, ഞാൻ ഒരു സ്ഥലത്തേക്കാണ്. ഏത് സ്ഥലത്തേക്കാ? യെസ് ഇലൽ മൈദാൻ, ഞാൻ ഗ്രൗണ്ടിലേക്കാണ്. മൻ ഹാസ, ഇതാരാണ്? റാഷിദ് പറയാണ് ഹാസ, ഇത് ആരാണ്? ഹാസ അബി, അബിയുടെ കൂടെയാണല്ലേ റാഷിദ്. അപ്പോൾ ഹാസ അബി, ഇത് അബി ഉപ്പയാണ്. അപ്പം അംറാസ് പറയാണ് ശുക്രൻ, നന്ദി. റാഷിദ് അഫുവൻ. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആണല്ലേ. അപ്പോൾ കൂട്ടുകാരൊന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഏതൊക്കെയാണ് ആൻസേഴ്സ് എന്ന്. ഇനി പ്രവർത്തനം 3 നോക്കാം. പ്രവർത്തനം 3. റാഷിദിനെ പരിചയപ്പെട്ട ശേഷം അംറാസ് ഗ്രൗണ്ടിലേക്ക് നടക്കുമ്പോൾ അന്ന് ഓൺലൈൻ ക്ലാസ്സിൽ പഠിച്ച കുടുംബത്തെക്കുറിച്ചുള്ള പാട്ട് പാടിക്കൊണ്ടിരുന്നു. നമുക്കും അവൻ്റെ കൂടെ പാടിയാലോ? അയ്യാ നുൻഷിദ് വനു കമ്മിൽ. നമുക്ക് പാടാം, എന്നിട്ട് പൂരിപ്പിക്കാം. ഉമ്മി ഉമ്മി യാ ഉമ്മി അന്തി ഖൽബി യാ ഉമ്മി. എന്താ പറയുന്നേ? ഉമ്മ എൻ്റെ ഉമ്മ. എന്താണ്? നിങ്ങൾ എൻ്റെ ഹൃദയമാണെന്നാണ് പറയുന്നത്, അല്ലേ. അപ്പോൾ അടുത്തത് അബി എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡേഷാണ്. അവിടെ എന്ത് എഴുതണം? യാ അബി അന്ത കൽബി യാ അബി. ഓക്കെ, അടുത്തത് അഹി യാ അഹി അന്ത റൂഹി യാ അഹി. എന്താ റൂഹ് എന്ന് പറഞ്ഞാൽ ആത്മാവാണെന്നാണ് പറയുന്നത്. പിന്നെ ഒഹുത്താണുള്ളത്. അപ്പോൾ നമ്മൾ ഒഹുത്തി യാ ഒഹുത്തി അൻതി റൂഹി യാ ഒഹുത്തി. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങളത് എഴുതി കൊടുക്കേണ്ടത്. ആ സെയിം വാക്കുകൾ തന്നെ അവിടെ ഉണ്ട്, അതൊന്ന് ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മാത്രം മതി. ഇനി പ്രവർത്തനം 4. അംറാസ് ഗ്രൗണ്ടിലെത്തിയപ്പോൾ പരിശീലകൻ കുട്ടികൾക്ക് പന്തുകൾ നൽകി പരിശീലനം തുടങ്ങിയിരുന്നു. അവരുടെ പന്തുകൾ അംറാസ് എണ്ണാൻ തുടങ്ങി. അയ്യാ നഉദ്ദു വനസുലു. അപ്പം നമ്മൾ എണ്ണം പഠിച്ചിട്ടുള്ളതാണല്ലേ. അപ്പോൾ ഇതിൽ എത്ര എണ്ണം ഉണ്ട്? എണ്ണി നോക്കൂ. വാഹിദ്, ഇസ്നാനി, സലാസ, അർബ, ഹംസ. എത്രയാണ്? യെസ് ഹംസത്ത് അഷറ, അല്ലേ. ഹംസത്ത് അഷറ കുറത്തെ. അപ്പോൾ ഇവിടെ ഏതാണ് ഹംസത്ത് അഷറ എന്നുള്ളത്? നമ്പർ നിങ്ങൾ കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ വരച്ചു കൊടുക്കേണ്ടത്. വാഹിദ്, ഹംസ എന്ന് പറഞ്ഞാൽ നമ്മളെ 0 പോലെയാണ്, അല്ലേ. 0 പോലെ എന്ന് നമുക്ക് ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല, പക്ഷേ ഏകദേശം ഒരു അതേപോലെയുള്ള ഷേപ്പാണ്. ഇനി അടുത്തത് സബഅത്ത് അഷറയാണ്. അത് കഴിഞ്ഞ് സലാസത്ത് അഷറ, അർബഅത്ത് അഷറ, തിസ്അ. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ നമ്പേഴ്സ് നന്നായിട്ട് പഠിച്ചു വെക്കുക. നമ്പേഴ്സ് എഴുതാനും അത് വേർഡ്സിൽ എഴുതാനും അതിൻ്റെ ന്യൂമർ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
പ്രവർത്തനം 5. പരിശീലനം കഴിഞ്ഞ് വൈകുന്നേരം അംറാസ് വീട്ടിലേക്ക് മടങ്ങി. വഴിയിൽ അവൻ പല കാഴ്ചകളും കണ്ടു. എന്തെല്ലാമാണ് അവൻ കണ്ടത്? നുലാഹിലു സൂറ വനക്തുബ്. അവൻ കുറേ കാഴ്ചകൾ കണ്ടു. പക്ഷെ കാഴ്ചകളിലെ ചില വേർഡ്സ് മിസ്സാണ്. അത് നമ്മൾ എഴുതി കൊടുക്കണം. അവിടെ എന്താണ് എഴുതേണ്ടതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫൗക്ക. ഫൗക്ക എന്ന് പറഞ്ഞാൽ മുകളിൽ, ഇപ്പോൾ മരത്തിന് മുകളിൽ, വീടിന് മുകളിൽ എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഫൗക്ക ഉപയോഗിക്കാറ്. തഹ്ത എന്ന് പറഞ്ഞാൽ താഴെ. അല എന്ന് പറഞ്ഞാൽ മുകളിൽ. മുകളിൽ മീൻസ് ടേബിളിൻ്റെ മുകളിൽ, മരത്തിൻ്റെ മുകളിൽ എന്നൊക്കെ പറയുന്നതിനാണ്. അഥവാ മരത്തിൻ്റെ നമ്മുടെ കൊമ്പുണ്ടാവില്ല, അതിലൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ അല എന്ന് വെച്ച് പറയുന്നത്. ഫീ എന്ന് പറഞ്ഞാൽ ഇന്ന് അല്ലേ, ടേബിളിൻ്റെ ഉള്ളിൽ, ബാഗിൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഫീ എന്നും ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചിത്രം നോക്കൂ. സിഞ്ചാബ് ഡേഷ് അഷജറ. സിഞ്ചാബ് എവിടെയാണ്? അണ്ണാൻ എവിടെയാണ്? മരത്തിൻ്റെ കൊമ്പിൻ്റെ മുകളിലാണല്ലേ. അപ്പോൾ അവിടെ അലഷജറ എന്നാണ് എഴുതേണ്ടത്. സിഞ്ചാബു അലഷജറ. ഇനി അടുത്തത് അൽ കബിഷു ആണ്. കബിഷ് എവിടെയാണ്? ട്രീയുടെ താഴെയാണല്ലേ. അൽ കബിഷു തഹ്തഷജറ. അടുത്തത് നോക്കൂ. അൻബജ് എവിടെയാണ്? കൊട്ടയിലാണല്ലേ. അപ്പോൾ അൻബജു ഫിസ്സല്ല. ഫിസ്സല്ല. ഇനി അൽ ഉറാബു. ഉറാബ് എവിടെ? വീടിൻ്റെ മുകളിൽ പറക്കുകയാണല്ലേ. അൽ ഉറാബു ഫൗക്കൽ ബൈത്ത്. അൽ ഉറാബു ഫൗക്കൽ ബൈത്ത് എന്നാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉത്തരം എഴുതാൻ ശ്രമിക്കുക. ഈ അല, തഹ്ത, അതുപോലെ തന്നെ ഫീ, അതൊക്കെ കൂട്ടുകാരൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത് എവിടെയാണ് നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് എന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി ഇതിന് ശേഷം മാത്രം നിങ്ങൾ ഉത്തരം എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.